ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചിയുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ നല്ല പച്ച മാങ്ങ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ അളവുകൾ ഞാൻ പറയുന്നില്ല, നമ്മുടെ കയ്യിലുള്ള മാങ്ങയ്ക്കനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, ചെറിയ ജീരകം ഇവ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. കടുകൊക്കെ പൊട്ടി വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസായി പൊടിക്കേണ്ട, കുറച്ച് തരിയുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനുള്ള പാന് അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നല്ല എണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം, സാമ്പാറിൻ്റെ കായപ്പൊടി. പിന്നെ നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. എങ്കിൽ അച്ചാറിന് നല്ല കളർ ഉണ്ടായിരിക്കും. ഞാനെടുത്തത് സാധാരണ മുളക് പൊടിയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോഴൊക്കെ നമ്മൾ തീ വളരെയധികം കുറച്ച് വെക്കണം കേട്ടോ. അത് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച കടുക്, ഉലുവ, ചെറിയ ജീരകം വറുത്തത് പൊടിച്ചില്ലേ, ആ പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർക്കാം. അത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇപ്പോഴൊക്കെ നമ്മുടെ ഫ്ലെയിം മീഡിയം ടു ലോയിലായിരിക്കും. നന്നായി മിക്സ് ചെയ്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. രുചികരമായ അച്ചാർ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം.